ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ചൂടുപിടിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയിൽ വിശദീകരണവുമായി LDF കൺവീനർ ഇ പി ജയരാജൻ രംഗത്തെത്തി. രാജീവ് ചന്ദ്രശേഖറുമായി ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ലെന്നും ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ അത് വി ഡി സതീശന് സൗജന്യമായി എഴുതി നൽകാമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. പാർലമെന്റിലേക്ക് ഇടതുപക്ഷത്തെ അയക്കുന്നത് വേസ്റ്റ് ആണെന്ന ശശി തരൂരിന്റെ പ്രസ്താവനയെ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ രൂക്ഷമായി വിമർശിച്ചു. പൗരത്വ ഭേദഗതി നിയമം, ഇന്ത്യ മുന്നണി, സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ എന്നിവയ്ക്കൊപ്പം മറ്റു വിഷയങ്ങളും തിരഞ്ഞെടുപ്പ് കളത്തിൽ ചർച്ചയാവുകയാണ്. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം തള്ളി ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ രംഗത്തെത്തി. ആയുർവേദ ചികിത്സയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി വൈദേകം റിസോർട്ട് കരാറുണ്ടാക്കിയത്. നിരാമയയുമായുള്ള എഗ്രിമെന്റിൽ തനിക്ക് ബന്ധമില്ല. താൻ വൈദികം റിസോർട്ടിൽ അഡ്വൈസർ മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ അത് വി ഡി സതീശന് സൗജന്യമായി എഴുതി നൽകാമെന്നും ഇ പി ജയരാജൻ. രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ്. ശശി തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജയും രംഗത്തെത്തി. രാജ്യം കടന്നുപോകുന്ന സ്ഥിതിയെക്കുറിച്ച് ശശി തരൂരിന് ബോധ്യമില്ലെന്നും വിമർശനം. ഫാസിസ്റ്റ് ശക്തികളോട് ഏറ്റുമുട്ടി എല്ലാവിധ മർദ്ദനങ്ങളും അനുഭവിക്കുന്ന, കേസുകൾ അനുഭവിക്കുന്ന അതാര് എന്നുള്ള ചോദ്യം ശശി തരൂരിനോട് ചോദിക്കുവാണ്. കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റം ഉൾപ്പെടെ കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രതയോടെയാണ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നതെന്ന് ജോസ് കെ മാണിയും പ്രതികരിച്ചു. ജനാധിപത്യത്തെ ഇന്ന് BJP പലപ്പോഴും ഹൈജാക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ പലരും പല പാർട്ടികൾപ്പെട്ടവരും അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നിന്ന് ജയിച്ചവരും ഇന്ന് BJPയിലേക്ക് ചേക്കേറുന്നു. മതധ്രുവീകരണം രാജ്യത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർത്തുവെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതകളിലെ പള്ളികളിൽ സർക്കുലർ വായിച്ചു. രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ സർക്കുലറിൽ ആഹ്വാനം ചെയ്തു. മാർച്ച് 22-ന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്ന് ഇന്ത്യൻ കത്തോലിക്ക സഭയും അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.